തീർച്ചയായും. നിങ്ങൾ പങ്കുവച്ച ചിത്രത്തിലുള്ളത് അറ്റ്ലസ് മോത്ത് ആണ്. ഇതിനെ അറ്റ്ലസ് നിശാശലഭം എന്നും വിളിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിൽ ഒന്നാണിത്. ഇതിന്റെ ചിറകുകൾക്ക് ഏകദേശം 10 ഇഞ്ച് 25 സെന്റിമീറ്റർ വരെ വിസ്താരമുണ്ടാകും. ഈ നിശാശലഭത്തിന് ചിറകുകളിൽ വളരെ മനോഹരവും സങ്കീർണവുമായ പാറ്റേണുകളുണ്ട്. പ്രത്യേകിച്ച് ചിറകിന്റെ അറ്റത്തുള്ള പാമ്പിന്റെ തലയെ ഓർമ്മിപ്പിക്കുന്ന രൂപകൽപ്പന ശ്രദ്ധേയമാണ്. ഇത് ഇരപിടിയന്മാരെ പേടിപ്പിച്ചോടിക്കാനായി പരിണാമത്തിലൂടെ ലഭിച്ച ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ഇത് എവിടെ വെച്ചാണ് കണ്ടത്? അത്ഭുതം! അറ്റ്ലസ് മോത്ത് പോലുള്ള വലിയൊരു നിശാശലഭം വീട്ടുവളപ്പിൽ കാണുന്നത് വളരെ അപൂർവവും പ്രത്യേകതയുള്ളതുമായ കാര്യമാണ്. ഇവ സാധാരണയായി ദക്ഷിണേഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമുള്ള ഉഷ്ണമേഖല ഉപോഷ്ണമേഖലാ വനങ്ങളിലാണ് കാണപ്പെടുന്നത്. നിങ്ങളുടെ വീട് ഈ പ്രദേശത്താണെങ്കിൽ ഇത് വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. അവയെക്കുറിച്ച് ചില പ്രധാന കാര്യങ്ങൾ ഇതാ. 1. ഭക്ഷണം കഴിക്കില്ല. ഈ നിശാശലഭങ്ങൾ വളർച്ചയെത്തിയ ശേഷം മോത്ത് രൂപത്തിൽ ഭക്ഷണം കഴിക്കുകയില്ല. വായുടെ ഭാഗം അടഞ്ഞിരിക്കും. പ്യൂപ്പ ഘട്ടത്തിൽ സംഭരിച്ച കൊഴുപ്പ് ഉപയോഗിച്ചാണ് ഇവ ജീവിക്കുന്നത്. 2. ആയുസ് കുറവ്. ഈ ഊർജ്ജസ്രോതസ് കാരണം ഇവയുടെ ആയുസ് 1 മുതൽ 2 ആഴ്ച വരെ മാത്രമായിരിക്കും. ഈ സമയം കൊണ്ട് മുട്ടയിട്ട് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുകയാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം. 3. വലിപ്പം. ലോകത്തിലെ ഏറ്റവും വലിയ ചിറകുള്ള നിശാശലഭങ്ങളിൽ ഒന്നാണ് ഇത്. ചിലപ്പോൾ ഇവയെ കിങ് കോബ്ര മോത്ത് എന്നും വിളിക്കാറുണ്ട്, ചിറകുകളുടെ അറ്റത്തുള്ള പാമ്പിന്റെ തല പോലെയുള്ള രൂപം കാരണം. നിങ്ങളുടെ വീട്ടുമുറ്റത്തിന് ഈ ഭീമാകാരനായ ശലഭത്തെ ലഭിച്ചതിൽ അഭിനന്ദനങ്ങൾ.